+2 മാത്സ് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാം? വിദ്യാർത്ഥികൾ സ്ഥിരമായി പതിവായി ചോദിക്കുന്ന ചോദ്യമാണത്. ബയോളജിയോട് താല്പര്യമില്ലാത്തത് കൊണ്ട് ബയോളജി ഒഴിവാക്കിയിട്ടാണ് അധിക പേരും മാത്സ് കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നത്. രണ്ടാമത്തത് വളരെ സ്പെസിഫിക് ആയിട്ട് എൻജിനീയറിംഗ് മാത്രമേ പോളൂ എന്ന് തീരുമാനിച്ച ആളുകളും ബയോളജി ഒഴിവാക്കി മാത്സ് കമ്പ്യൂട്ടർ സയൻസ് എടുക്കും. അത്തരത്തിലുള്ള ആളുകൾക്കുള്ള ഓപ്പണിങ്സും ഓപ്ഷൻസും എന്താണ്? ഒരു പ്രാവശ്യം ഒരു വിദ്യാർത്ഥി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സർ എനിക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവണം, പക്ഷേ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാൻ ബിടെക്കിന് തന്നെ പോകണം എന്നത് നിർബന്ധമാണോ? എനിക്ക് ബിടെക്കിൽ താല്പര്യമില്ല, കാരണം അതിൽ മാത്സും ഫിസിക്സും നന്നായി പഠിക്കാനുണ്ട്, കണ്ടൻ്റ് ഉണ്ട്, ദെൻ പേപ്പറുകൾ ഒരുപാടുണ്ട്, 4 വർഷവും നമ്മൾ ഇരുന്ന് മെനക്കെട്ട് പഠിക്കേണ്ടതില്ലേ? അതുകൊണ്ട് അതല്ലാത്ത എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവേം വേണം. ഞാൻ അവനോട് സജസ്റ്റ് ചെയ്ത കാര്യം എന്താണെന്നറിയോ? ഒന്നുകിൽ BC എടുക്കുക, അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് എടുക്കുക. റിലേറ്റീവ്ലി ഭാരമില്ലാത്ത, ബുദ്ധിമുട്ടില്ലാത്തൊരു കോഴ്സ് BC ആണ്. കാരണം അതിൽ ഫിസിക്സ് വരുന്നില്ല, മാത്സ് സിമ്പിൾ അരിത്തമെറ്റിക്കേ വരുന്നുള്ളൂ. എന്നാൽ BCA കഴിഞ്ഞിട്ടുള്ള സൈബർ സെക്യൂരിറ്റി, അതുപോലെ AI ഡേറ്റ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകളിലെല്ലാം നമുക്ക് പഠിക്കുകയും ചെയ്യാം. ദെൻ IT മേഖലയല്ല, ഒട്ടേറെ മേഖലകളിലേക്ക്, തലങ്ങളിലേക്ക് BCAയിൽ നിന്നുകൊണ്ട് പോവുകയും ചെയ്യാം. MCAയും MSc ഒക്കെ സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാമായിട്ട് നിങ്ങൾക്ക് ചെയ്യുകയും ചെയ്യാം. ഇനി BSc കമ്പ്യൂട്ടർ സയൻസ് എടുത്തു കഴിഞ്ഞാൽ ചില യൂണിവേഴ്സിറ്റികളിൽ കുറച്ചൊക്കെ ഫിസിക്സ് ഉണ്ടാവും, മാത്സും ഉണ്ടാവും. എങ്കിൽ പോലും പഠിക്കാൻ റിലേറ്റീവ്ലി ബിടെക്കിനേക്കാൾ ഈസിയാണ്. ഇതൊക്കെ നിലനിൽക്കെ നമുക്ക് വേണമെങ്കിൽ രണ്ടാമത്തെ ഒരു ഓപ്ഷനായിട്ട് വിദ്യാർത്ഥികളോട് ഞാൻ പറയുന്നത്, എൻജിനീയറിംഗ് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ടെക്നിക്കൽ ഫീൽഡിലേക്ക് പോകണം എന്നുണ്ട്, പക്ഷേ ബിടെക് ഡയറക്റ്റ് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മാത്സ് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ആൾക്ക് ഡിപ്ലോമ കോഴ്സുകളിൽ ലാറ്ററൽ എൻട്രി വഴി സെക്കൻഡ് ഇയറിൽ പഠിക്കാം. ഈ സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോഴത്തേക്കും തിയറി ഫസ്റ്റ് ഇയറിലെ കുറേ ഭാഗങ്ങൾ അങ്ങ് ഒഴിവായി കിട്ടും ഡിപ്ലോമയിൽ. ദെൻ സെക്കൻഡ് ഇയറും തേർഡ് ഇയറും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ ബിടെക്കിലെ ഫസ്റ്റ് ഇയർ ഒഴിവാക്കി സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഫോർത്ത് ഇയറും പഠിക്കാം. ഓൾ ടുഗെദർ 5 years നമ്മൾ +2 മാത്സ് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ത്രൂ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഡിപ്ലോമയിലേക്ക് എത്തി അതിൽ നിന്ന് എൻജിനീയർ എന്ന് വെച്ചാൽ ത്രൂ ഡിപ്ലോമയിലേക്ക് കയറി എൻട്രൻസ് കോച്ചിങ്ങിന് പോവാതെ എൻജിനീയറിംഗ് മേഖലയിൽ തന്നെ കോഴ്സുകൾ ചെയ്യാൻ പറ്റും എന്നതാണ് ഡിപ്ലോമ ലാറ്ററൽ എൻട്രിയും ബിടെക് ലാറ്ററൽ എൻട്രിയും ചെയ്യുന്നത് കൊണ്ടുള്ള മെച്ചം. ഈ ഒരു ധാരണ മനസ്സിലുണ്ടെങ്കിൽ ഓട്ടോമൊബൈലും മെക്കാനിക്കലും ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും ഒക്കെ സെക്കൻഡ് ഇയർ ഡിപ്ലോമ പഠിച്ച് പിന്നീട് ബിടെക് സെക്കൻഡ് ഇയർ ചേരുന്ന 5 വർഷത്തെ ഒരു എൻജിനീയറിംഗ് പാക്കേജ് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാം. ഇതൊരു വശത്ത്. മറുവശത്ത് നിങ്ങൾ നോക്ക്, ബിടെക് തന്നെ ആലോചിച്ച് നോക്ക്. ബിടെക്കിൻ്റെ ഒരു പ്രത്യേകത, സാധാരണ അതൊരു ജനറൽ ഡിഗ്രി, കോഴിക്കോട് ടൗണിൽ കല്ലെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എഞ്ചിനീയറുടെ തലയിലാണ് എന്ന സാമാന്യവൽക്കരണങ്ങൾക്ക് ഇനി പ്രസക്തിയില്ല. ടെക്നോളജി മേഖലയിൽ രസകരമായ ഒട്ടേറെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മനസ്സിലാക്കേണ്ടത്, ബിടെക്കിന് ഒരു അടിസ്ഥാന പ്രൊഫഷണൽ ഡൈവേഴ്സ് ഡിഗ്രി എന്ന നിലക്ക് എടുത്താൽ, ഡൈവേഴ്സ് ഡിഗ്രി എന്ന് ഞാൻ വളരെ കൃത്യമായി വളരെ മനഃപൂർവ്വമാണ് പറയുന്നത്. കാരണം ബിടെക്കിൽ നിന്ന് രസകരമായ ഒരുപാട് വൈവിധ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പോവാം. ബിടെക് എടുത്ത ഒരാൾക്ക് ബിസിനസ് സ്റ്റഡീസിലേക്ക് വരാം. ബിസിനസ് സ്റ്റഡീസ് BBAൻ്റെതും BCOMൻ്റെതും അല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളോട് ഡൊമൈൻ എക്സ്പെർട്ടീസ് നേടുന്നത് കൊണ്ട് ആ പർട്ടിക്കുലർ ഏരിയയിലെ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷൻ കുറച്ചുകൂടി ഈസി ആവും, കമ്പനികൾ പ്രിഫർ ചെയ്യുകയും ചെയ്യും. എന്ന് വെച്ചാൽ സിവിൽ കൺസ്ട്രക്ഷൻ പഠിച്ച ഒരാൾക്ക്, ബിടെക് സിവിൽ പഠിച്ച ഒരാൾ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിലേക്കൊക്കെ പോകുന്നത് കൺസ്ട്രക്ഷൻ സിവിൽ പഠിച്ചതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതൊരു ഉപകാരപ്രദമാണ്. നിങ്ങൾ IT പഠിച്ച, കമ്പ്യൂട്ടർ സയൻസ് ബിടെക് ഒക്കെ പഠിച്ച ആളുകൾക്ക് അത് കഴിഞ്ഞാൽ സിസ്റ്റം മാനേജ്മെൻറ്റ് ഒക്കെ പോലുള്ള കമ്പ്യൂട്ടർ ഓറിയൻറ്റഡ് മാനേജ്മെൻറ്റിലേക്കോ IT ഓറിയൻറ്റഡ് ബിസിനസ്സിലെ മാനേജ്മെൻറ്റ് പൊസിഷനിൽ വരാൻ സാധ്യമാകും എന്നതുകൊണ്ട് ഈ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് പ്ലസ് MBA, ബിടെക് ഇലക്ട്രോണിക്സ് പ്ലസ് MBA എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട, ടെലി കമ്മ്യൂണിക്കേഷൻ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകളിലേക്കൊക്കെ മാറാം. എന്ന് വെച്ചാൽ ടെക്നോളജി ആയിട്ട് മാനേജ്മെൻറ്റിനെ വളരെ കൃത്യമായിട്ട് കണക്ട് ചെയ്യാം. ആറ്റമിക് സയൻസിലേക്ക് മാറാം അവർക്ക് വേണമെങ്കിൽ, ടെക്നോളജി റിസർച്ചിലേക്കും ഇന്നോവേഷനിലേക്കും പോകാം. അതിൽ ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. നിങ്ങൾ നോക്കിയേ, ഇലക്ട്രിക്കൽ എടുത്താൽ എയറോസ്പേസ് എഞ്ചിനീയറിലേക്ക്, എയറോനോട്ടിക്കിലേക്ക്, ക്രയോജനിക്സിലേക്ക്, റോക്കറ്ററിയിലേക്ക്, റിന്യൂവബിൾ എനർജിയിലേക്ക്, ദെൻ അത് കഴിഞ്ഞാൽ ഇലക്ട്രിക്കലിൽ നിന്ന് ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയിലേക്കോ ഓട്ടോമേഷനിലേക്കോ മെക്കട്രോണിക്സിലേക്കോ
മൊബിലിറ്റി വഴി ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലേക്കൊക്കെ കയറാൻ പറ്റും. ഇലക്ട്രിക്കലിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. മെക്കാനിക്കൽ എടുത്താലും സിവിൽ എടുത്താലും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എടുത്താലും ഈ വൈവിധ്യങ്ങൾ നിങ്ങൾക്ക് കാണാം. നമുക്ക് മാത്സ് കമ്പ്യൂട്ടർ സയൻസ് എടുത്ത ഒരാൾ ബിടെക് എടുത്തിട്ട് വീണ്ടും രസകരമായ വൈവിധ്യമാർന്ന ഒട്ടേറെ മേഖലകളിലേക്ക് മാറണം. നിങ്ങൾ ഒരിക്കലും അണ്ടർ ഗ്രാജുവേറ്റ് തലത്തിൽ റെയർ ആയത് ഡിഫറൻ്റ് ആയത് എന്ന പേരിൽ ഒരു കോഴ്സ് എടുക്കേണ്ടതില്ല. മറിച്ച് നിങ്ങളുടെ അണ്ടർ ഗ്രാജുവേഷൻ ജനറൽ ആയിട്ട് അതിൽ നിന്ന് സ്പെസിഫിക് ആയ ഡിഫറൻ്റ് ആയ ഒരുപാട് ഏരിയകളിലേക്ക് വരാം. ഞാൻ നേരത്തെ നിങ്ങളോട് ന്യൂക്ലിയർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകളിലെ കോഴ്സുകളെ കുറിച്ച് ജോബിനെ കുറിച്ച് പറഞ്ഞു. ബിടെക് കഴിഞ്ഞ ആൾക്ക്, പ്രത്യേകിച്ച് പെർട്ടിക്കുലർലി 8 ബ്രാഞ്ചുകൾ കഴിഞ്ഞ ആളുകൾക്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ ടെസ്റ്റ് എഴുതി ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് ആവാം. അത് മാത്രമാണോ? ജസ്റ്റ് പോലുള്ള ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ട് ഫിസിക്കൽ സയൻസിൻ്റെ റിസർച്ചിലേക്ക് വരാം. ദെൻ തിയറട്ടിക്കൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ മേഖലകളിലേക്ക് വരാം. ദെൻ ഫോറൻസിക് സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റൊക്കെ എഴുതാം. ഇങ്ങനെ ഒരുപാട് രസകരമായ വൈവിധ്യങ്ങളിലേക്ക് ബിടെക്കിൽ നിന്ന് നിങ്ങൾക്ക് മാറാം. മാനേജ്മെൻറ്റ് മാത്രമല്ല, റിസർച്ച് ആൻഡ് ഇന്നോവേഷനിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ടെക്നോളജിക്കാർക്ക് പുതിയ ട്രെൻഡുകളെ കണക്ട് ചെയ്യാൻ പറ്റും. ജനറൽ കോഴ്സുകളിൽ നിന്ന് സ്കിൽ കോഴ്സുകളെ ആഡ് ചെയ്ത് രസകരമായ കോമ്പിനേഷൻസും വൈവിധ്യങ്ങളും ഉണ്ടാക്കാൻ പറ്റും. AI അസച്ച് ചെയ്യുന്നതിന് പകരം കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് AI-യിലേക്ക് മാറുക, കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് ഡേറ്റയിലേക്ക് മാറുക, കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് ഡേറ്റ സെക്യൂരിറ്റിയിലേക്കും ദെൻ സൈബർ സെക്യൂരിറ്റിയിലും ഫോക്കസ് ചെയ്യാം. രസകരമായ ഓപ്ഷൻസ്. ദെൻ അതുപോലെ തന്നെ സിവിൽ സർവീസ് ഒരു ഓപ്ഷനായിട്ട് കാണാം. ന്യൂറോ സയൻസ് ഒക്കെ എടുത്ത് കരിയറിനെ ഡിഫറൻ്റ് ആക്കി ഒരുപാട് പ്രതിഭാധനന്മാർ നമ്മുടെ മുമ്പിൽ മാതൃകയായിട്ടുണ്ട് എന്നതുകൊണ്ട് ആ ഏരിയയിലേക്ക് നമുക്ക് ഈ ടെക്നോളജി കഴിഞ്ഞാൽ പോവാം. അത് മാത്രമോ, വെപ്പണറിയിൽ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പണിങ്സ് മാത്രം ഏകദേശം 40-അടുത്തുണ്ട് ബിടെക്കുകാർക്ക് മാത്രമായിട്ട്. അതിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇലക്ട്രിക്കലും മെക്കാനിക്കലും ഒക്കെ കഴിഞ്ഞ ആളുകൾക്ക് ഇന്ത്യൻ നേവി കൊടുക്കുന്ന നമ്മൾ സബ്മറീൻ കേഡർ എന്ന് പറഞ്ഞൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുപോലെ ഇലക്ട്രിക്കലും മെക്കാനിക്കലും കഴിഞ്ഞ ആൾക്ക് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് എക്സാം വഴി IAS കഴിഞ്ഞതിന് ശേഷം നേവൽ ആർമമെന്റ് സർവീസിലേക്കൊക്കെ വരാം. മാസ്റ്റേഴ്സിൽ ഒരുപാട് രസകരമായ വൈവിധ്യങ്ങളുണ്ട്. ഇങ്ങനെ നോക്കിയാൽ ബിടെക് ഒരു ഡൈവേഴ്സ് ഓപ്പണിങ്സ് തരുന്ന രസകരമായ ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ കരിയേഴ്സ് തരുന്ന ഒരു ഡിഗ്രിയാണ്. ആ അർത്ഥത്തിൽ നിങ്ങൾക്ക് അതിനെ കാണാം. ടെക്നോക്രാറ്റ് തന്നെ ആവണം എന്നില്ല എന്നർത്ഥം. മറ്റൊന്ന്, നമുക്ക് വേണമെങ്കിൽ സബ്ജക്റ്റുകൾ എടുക്കാം. ഫിസിക്സ് എടുത്തു കഴിഞ്ഞാൽ BSc ഫിസിക്സ് കഴിഞ്ഞ് MSc ഫിസിക്സ് എടുക്കുകയോ, BSc ഫിസിക്സ് കഴിഞ്ഞ് ഷോർട്ട് ടൈം കോഴ്സുകളിലേക്ക് പോവുകയോ, BSc ഫിസിക്സ് കഴിഞ്ഞ് നമുക്ക് മാസ്റ്റേഴ്സിൽ ജോബ് ഓറിയൻറ്റഡ് ആയ റേഡിയോ ഫിസിക്സ് ഒക്കെ പോലുള്ള കോഴ്സുകളിലേക്ക് വരാം. ദെൻ കാലാവസ്ഥ പ്രവചനമായിട്ട് ബന്ധപ്പെട്ട മെറ്റീരിയോളജി, ഓഷ്യാനോഗ്രഫി പോലുള്ള ഡിഫറൻ്റ് ആയ ഓപ്പണിങ്സിലേക്ക് മാറാം. ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം 300-ലധികം ഡൈവേഴ്സ് ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഒന്ന് കെമിസ്ട്രിയാണ് ലോകത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മാസ്റ്റേഴ്സും അതുപോലെ ഷോർട്ട് ടൈം ജോബ് ഓറിയൻറ്റഡ് കോഴ്സും ഉള്ളത്. അപ്പോൾ കെമിസ്ട്രി ഒരു സബ്ജക്റ്റ് ആയിട്ട് എടുത്ത് അതിൽ നിന്ന് ടീച്ചിങ്ങിലേക്കും റിസർച്ചിലേക്കും പോകലും മാത്രമല്ല, ആഡ് ഓൺ കോഴ്സുകൾ പഠിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട ജോബുകളിലേക്ക് മാറി. ഒരു ഉദാഹരണത്തിന് സെൻട്രൽ ഫോറൻസിക് സയൻസ് ലാബ്സ് 2021 ഫോറൻസിക് സയൻറ്റിസ്റ്റായിട്ട് വിളിച്ചത് MSc കെമിസ്ട്രിക്കാരെയാണ്. ദെൻ ഫുഡ് സേഫ്റ്റി ഓഫീസറായിട്ട് ജോബ് അന്വേഷിക്കുന്ന കോൾ ഫോർ ചെയ്യുമ്പോൾ PSC വിളിക്കുമ്പോൾ ഒരു എലിജിബിലിറ്റി MSc കെമിസ്ട്രിയാണ്. ഇങ്ങനെ നമുക്ക് കെമിസ്ട്രിയിൽ നിന്ന് രസകരമായ വൈവിധ്യങ്ങളിലേക്ക്, ദെൻ അതിൽ നിന്ന് അതോടൊപ്പം തന്നെ മാത്സ് എടുത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് ഫിനാൻസിൽ, ബാങ്കിങ്ങിൽ, ഇൻഷുറൻസിൽ, പോർട്ട്ഫോളിയോയിൽ, ട്രഷറിയിൽ, ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റിൽ, ഫിനാൻസ് മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോളിൽ രസകരമായ ഒരുപാട് ഓപ്ഷൻസിലേക്ക് നമുക്ക് മാറാം. ദെൻ അങ്ങനെ നോക്കുമ്പോൾ മാത്സും സ്റ്റാറ്റിസ്റ്റിക്സും വൈവിധ്യമുള്ള മേഖലകളാണ്. പ്രത്യേകിച്ച് ഡേറ്റയിലെ ട്രെൻഡുകൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ മാത്സും സ്റ്റാറ്റിസ്റ്റിക്സും അതിന് അല്ലെങ്കിൽ എടുക്കാൻ പറ്റുമെങ്കിൽ ബിടെക് കമ്പ്യൂട്ടർ സയൻസും എടുത്തതിന് ശേഷം ഡേറ്റയിലേക്കോ സൈബർ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട വൈവിധ്യങ്ങളിലേക്കോ നമുക്ക് മാറാം. രസകരമായ ഒരുപാട് കോമ്പിനേഷൻസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് മാത്സ് കമ്പ്യൂട്ടർ സയൻസ് മേഖല. അത് കൃത്യമായിട്ട് നിങ്ങൾ ഇരുന്ന് 1-on-1 കൗൺസിലിംഗ് ചെയ്ത് നിങ്ങളുടെ സ്കില്ല് ഐഡൻറ്റിഫൈ ചെയ്ത് അഭിരുചി പരീക്ഷയൊക്കെ ചെയ്ത് എന്താണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമാകുന്നത്, അതോടൊപ്പം ഒരു ലോങ് ടൈം ഒരു ബാക്ക്വേർഡ് കരിയർ പ്ലാനിംഗ് ഒക്കെ മനസ്സിൽ കണ്ട് ഓൾട്ടർനേറ്റീവ്സ് കൃത്യമായിട്ട് 1, 2, 3, 4 സെറ്റ് ചെയ്താൽ രസകരമായ കരിയർ ഓപ്ഷൻസ് ഉണ്ടാക്കാം. തീർച്ചയായിട്ടും അത് ഇൻ്റർനെറ്റിനെ മാത്രമോ മറ്റുള്ള ചുറ്റുപാടുള്ള ആളുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരം കൃത്യമായിട്ട് സയൻറ്റിഫിക് ആയിട്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുകയും പ്രഗത്ഭരായ കരിയർ കൗൺസിലർമാരുമായിട്ട് ഇരുന്ന് ആ ഒരു ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുകയും ചെയ്താൽ
കൃത്യമായൊരു ക്ലാരിറ്റി കിട്ടും. നമുക്കിത് മാത്രമല്ല, ജനറലായ ഒരുപാട് ഓപ്ഷൻസിലേക്ക് മാറാം. ഡിസൈനിങ്ങിലേക്ക് വരാം, ഡിസൈനിങ് എടുത്ത് ആർക്കിടെക്ചർ എടുക്കാം. ഡിസൈനിങ്ങിൽ തന്നെ ഒരുപാട് വൈവിധ്യങ്ങൾ, ഗെയിം ഡിസൈനിങ്ങും പ്രോഡക്റ്റ് ഡിസൈനിങ്ങും ഇൻഡസ്ട്രിയൽ ഡിസൈനിങ്ങും കമ്മ്യൂണിക്കേഷൻ ഡിസൈനിങ്ങും വിഷ്വൽ കമ്മ്യൂണിക്കേഷനും രസകരമായ ഓപ്ഷൻസിലേക്ക് നിങ്ങൾക്ക് മാറാം. ദെൻ അതിന് പുറമെ ആർക്കിടെക്ചറിൽ നിന്ന് ആർക്കിടെക്ചർ എടുത്ത് ലാൻഡ്സ്കേപ്പിങ്ങിലേക്ക്, ആർക്കിടെക്ചർ എടുത്ത് എൻവയൺമെൻറ്റൽ പ്ലാനിങ്ങിലേക്ക്, ആർക്കിടെക്ചർ എടുത്ത് സസ്റ്റൈനബിൾ ആർക്കിടെക്ചറിലേക്ക്, ഇൻറ്റീരിയർ ഡിസൈനിങ്ങിലേക്കും ഫേർണിച്ചർ ഡിസൈനിങ്ങിലേക്കും ഡിസൈനിങ് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് മാറാവുന്നതാണ്. ദെൻ അതോടൊപ്പം തന്നെ ലീഗൽ സ്റ്റഡീസ് എടുക്കാം. LLB ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു കോർപ്പറേറ്റ് ലീഗൽ അഫയേഴ്സിലേക്ക് മാറാം. ഇക്കണോമിക്സ് എടുത്ത് ഇക്കണോമിക്സിൻ്റെ ഹയർ ഓപ്ഷൻസ് ആയ മാത്തമാറ്റിക്കൽ ഇക്കണോമിക്സോ ഡെവലപ്മെൻറ്റൽ സ്റ്റഡീസോ ഇക്കണോമെട്രിക്സോ പോലുള്ള ഓപ്ഷൻസിലേക്ക് മാറാം. നോക്ക്, ഇക്കണോമിക്സിൽ ലോകത്തെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങൾ, ഇന്ത്യയിൽ തന്നെ പ്രത്യേകിച്ച് മികച്ച സ്ഥാപനങ്ങൾ മാത്തമാറ്റിക്സ് ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് ഒരു സബ്ജക്റ്റായിട്ട് എടുത്ത് പഠിച്ച ആളുകൾക്ക് ഓപ്പണിങ്സ് നൽകുന്നുണ്ട്. നാഷണൽ റെയിൽവേ ട്രാൻസ്പോർട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വഡോദരയിലുള്ളത്, അവർ കൊടുക്കുന്ന BBA ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെൻറ്റിൽ മാത്സ് പഠിച്ചിരിക്കണം എന്നതുകൊണ്ട് ഫിസിക്സ് കെമിസ്ട്രി മാത്സുകാർക്ക് ആ പർട്ടിക്കുലർ കോഴ്സുകൾ ചെയ്യാം. IPM പോലുള്ള പ്രോഗ്രാമുകളിലൂടെ ഡയറക്റ്റ് മാനേജ്മെൻറ്റിലേക്ക് വരാം. അങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ചോയ്സസ്. ഒരു വീഡിയോയിൽ അങ്ങ് പറഞ്ഞു ഒതുക്കാൻ പറ്റിയ ഒരു സാധനമല്ല അത്. മറിച്ച് നിങ്ങളൊരു 1-on-1 കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് കൃത്യമായൊരു ധാരണ ഉണ്ടാക്കി കാഷ്വാലിറ്റീസ്, അബദ്ധങ്ങൾ പരമാവധി കുറച്ചൊരു ഫുൾ പ്രൂഫ് കരിയറിലേക്ക് വരണം. ഒരു ഫ്യൂച്ചറിസ്റ്റിക് കരിയർ പ്ലാൻ ഉണ്ടാക്കണം. ദയവ് ചെയ്ത് ആരുടെയൊക്കെയോ എന്തൊക്കെയോ വർത്തമാനം കേട്ട് ഇനി അങ്ങോട്ട് സ്കില്ലുകൾ മാത്രമാണ് പ്രസക്തി, അതല്ലെങ്കിൽ ഡിഗ്രി പഠിച്ചിട്ട് കാര്യമില്ല എന്ന വർത്തമാനങ്ങൾ, വേണ്ടാത്ത ചിന്തകൾ തലയിൽ കയറ്റുന്നതിന് പകരം ഡിഗ്രിയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു സബ്ജക്റ്റിനെയോ ഒരു ഏരിയയോ കോറായിട്ട് എടുത്ത് അതിനൊപ്പം സ്കില്ലുകൾ ആഡ് ചെയ്യുന്ന രസകരമായ ഒരു ഫ്യൂഷൻ കരിയർ ഉണ്ടാക്കാം. ടെക്നോളജി ആയാലും ഫിസിക്സ് ആയാലും മാത്സ് ആയാലും കെമിസ്ട്രി ആയാലും BBA ആയാലും എന്തൊക്കെയായാലും ഇനി അങ്ങോട്ട് വന്ന കരിയറിൻ്റെ കാലം ഒരു വേർട്ടിക്കൽ ഗ്രോത്ത് എന്നതിനേക്കാൾ പാരലൽ ഗ്രോത്താണ്. ആ പാരലൽ ഗ്രോത്തിൽ നിങ്ങൾക്ക് ഒരുപാട് സ്കില്ലുകൾ പ്രസക്തമായത്, ഇനി അങ്ങോട്ട് സ്കോപ്പുള്ളത് ആഡ് ചെയ്താലേ കരിയർ ഏറ്റവും മനോഹരമാവൂ എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി വേണ്ടാത്ത ചിന്തകളിലേക്ക് പോവാതെ തീർച്ചയായിട്ടും മുന്നോട്ട് പോവാം. വിജയാശംസകൾ. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.